അമേരിക്കൻ മാർക്കറ്റുകൾ ചെറിയ നെഗറ്റീവ് ക്ലോസിംഗ് ആണ് വന്നെങ്കിലും ഇന്ന് കാലത്ത് ഫ്യൂച്ചേഴ്സിലൊക്കെ ജസ്റ്റ് പ്ലസ് എന്ന് പറയാം, ജസ്റ്റ് പ്ലസ്സിലാണ് നീങ്ങുന്നത്. US ടെക് ആയിക്കോട്ടെ 29.5 പോയിൻറ്റ്, US 500, US 2000 ചെറിയൊരു പ്ലസ്സേ ഉള്ളൂ. എല്ലാം ഒരു ന്യൂട്രൽ എന്നുള്ള ലെവലിൽ എടുക്കാം, നെഗറ്റീവ്സ് ഒന്നുമില്ല, ന്യൂട്രൽ എന്നുള്ള ലെവലിൽ എടുക്കാൻ പറ്റുള്ളൂ. ഇന്നലത്തെ മാർക്കറ്റ് ഇന്ന് കാലത്ത് തന്നെ ഇല്ലാത്തതിന് പ്രധാനപ്പെട്ട കാരണം ADRകൾ ഡൗൺ ആണ്. ADR എന്ന് പറയുന്നത് ഇൻഫോസിൻ്റെ ADR ഏകദേശം 3% ഡൗൺ ആണ്. വിബ്രോ ADR ഒരു 3% ഡൗൺ ആണ്. HDFC അല്ലെങ്കിൽ HDFCയുടെ ബാങ്ക് ഇതൊക്കെ 3 ദിവസമായിട്ട് കയറി നിൽക്കുന്നതുകൊണ്ട് തന്നെ ADR കയറാൻ ഒരു പ്രയാസമുണ്ട്. എങ്കിൽ തന്നെ ഈ ADRൽ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, ട്രംപ് ഈ കൊല്ലം IT സെഗ്മെൻറ്റിൽ ഇൻവെസ്റ്റിംഗ് അല്ലെങ്കിൽ അതിലെ എക്സ്പെൻസ് കുറയ്ക്കുമെന്നൊരു ന്യൂസ് പുറത്ത് വിട്ടു. അതുകൊണ്ട് IT മേഖലയിലുള്ള എല്ലാ ഷെയർസുകളും അതിൽ നെഗറ്റീവ്സായിട്ട് ബാധിച്ചു. കാരണം അവിടുത്തെ ബിസിനസ്സിൽ IT ഡെവലപ്മെൻറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയ്ക്കും എന്ന് പറഞ്ഞ പാടെ സ്വാഭാവികമായിട്ട് നമ്മൾ പുറത്തുനിന്ന് വരുന്ന കമ്പനി എന്നുള്ള നിലയ്ക്ക് ഇൻവെസ്റ്റേഴ്സിനും വിബ്രോനും എല്ലാം നെഗറ്റീവായി എന്നുള്ളതാണ് സത്യം. ഇതൊരു IT മേഖലയ്ക്ക് ഒരു നെഗറ്റീവ് ന്യൂസായിട്ട് വന്നിട്ടുണ്ട്. എങ്കിലും ഇന്ന് ഫ്യൂച്ചറിൽ IT സെക്ടറുകൾ പോസിറ്റീവാണ്, നാസ്ഡാക്ക് എന്നുള്ളത് നോക്കാമെങ്കിലും ഈ 2% ഡിഫറൻസ് നമ്മുടെ കാലത്ത് മാർക്കറ്റിനെ നെഗറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. ഒന്നുമില്ല, പോകാനുള്ള കാരണം പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഗിഫ്റ്റ് നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് കൂടി 25 പോയിൻ്റ് പ്ലസ് ഉള്ളൂ. അപ്പോൾ അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ IT-യുടെ ഈ ADRൻ്റെ ഡൗൺ അത് ഗ്രൗണ്ട് ചെയ്യുമ്പോൾ ആ നെഗറ്റീവ്സ് ഇവിടെ ഫീൽ ചെയ്യുകയാണ്. അപ്പോൾ IT മേഖലയുണ്ടായ നെഗറ്റീവ്സാണ് ഇന്ന് ഗിഫ്റ്റ് നിഫ്റ്റീനെ നെഗറ്റീവ് വെക്കണം. അതുകൊണ്ട് മാത്രം മാർക്കറ്റ് താഴത്തേക്ക് പോകണമെന്ന് കാര്യമില്ല. കാരണം മാർക്കറ്റിൽ അല്ലാതെ തന്നെ നമുക്ക് ഇന്നലെ എയർടെല്ലായിക്കോട്ടെ റിലയൻസിലായിക്കോട്ടെ നല്ല മൂവ്മെൻറ്റ് കണ്ടിട്ടുണ്ട് മാർക്കറ്റിൽ. അപ്പോൾ ഒരു IT മേഖലയെ കൊണ്ട് മാർക്കറ്റ് ക്രാഷ് ആവണമെന്നില്ല, പക്ഷേ ആ സ്പീഡൊന്ന് കുറയാൻ കാരണമായിട്ടുണ്ട്. ഏറ്റവും വലിയൊരു പോസിറ്റീവ് ന്യൂസ് എന്ന് പറയുന്നത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ബൈ വന്നു എന്നുള്ളതാണ്. നിങ്ങൾ നോക്കി കാണാം, ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ബൈ ഏകദേശം ഒരു 3239 കോടിയുടെ ബൈ വന്നു. ഇവിടെ കുറച്ച് വ്യത്യസ്തത വന്ന് അവരുടെ ബൈ വന്നപ്പോൾ DISൻ്റെ സെല്ലിങ് വന്നെങ്കിലും 3239 കുറേ നാളുകൾക്ക് ശേഷം FISൻ്റെ ബൈ റിട്ടേൺ വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങി. പ്രത്യേകിച്ച് ഇയർ എൻഡ് കഴിയുന്നതോടി, നമ്മൾ ഈ മാർച്ച് ഇയർ എൻഡ് കഴിയുന്നതോടി മാർക്കറ്റിൽ എൻട്രി വരണ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏകദേശം താഴെ മാർക്കറ്റ് എത്തി എന്നുള്ളത് ഒരു ഫസ്റ്റ് ബൈയിങ് ആയിട്ട് അവർ എടുക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞ് ഇനി ഒരു കർഷണം കൂടി താഴത്തേക്ക് വരികയാണെങ്കിൽ ഒരു സെക്കൻഡ് ബൈ ആയിട്ട് മാർക്കറ്റ് വരാനുള്ള സാധ്യത ഏറെക്കുറെ കാണുന്നുണ്ട്. ഇപ്പോൾ 3239 കോടിയുടെ ബൈ ഇന്നലെ എടുത്തു എന്നുള്ളത് വളരെ ആശ്വാസം നൽകുന്നതാണ്. ലോങ് ടൈം ആയിക്കോട്ടെ ഷോർട്ട് ടൈം ആയിക്കോട്ടെ ബെസ്റ്റ് ബൈ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് BEL ആണ്, ഭാരത് ഇലക്ട്രോണിക്. അപ്പോൾ മെയിനായിട്ട് പ്രധാനപ്പെട്ട ന്യൂസ് എന്ന് പറയുന്നത് വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഈ സെക്ഷൻ എന്നല്ല കൊടുത്തിരിക്കുന്നത്, മെയിനായിട്ട് ഡിഫൻസ് സെക്ടറിലേക്ക് കൊടുത്തിരിക്കുകയാണ്. ഈ ടാങ്കുള്ള റിനോവേഷൻ, അതുപോലെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, അത് ഒരുപാട് ന്യൂസുകളാണ് അതായിട്ട് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഡിഫൻസ് സെക്ടറുകളെല്ലാം പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. 2 ദിവസം മുമ്പ് ഈ പെർഫോമൻസ് കണ്ടിരുന്നു. ആൾക്കാർക്ക് മുന്നേ കൂട്ടി അറിയുന്നവരുണ്ടാവുമായിരിക്കാം. എന്തായാലും ഡിഫൻസ് സ്റ്റോക്സിൽ മുന്നോട്ട് വന്നിരിക്കുന്നുണ്ട്, ഡിഫൻസ് സ്റ്റോക്സിൽ മൂവ്മെൻറ്റും വരുന്നുണ്ട്, ശ്രദ്ധിക്കാവുന്ന കൗണ്ടറുകളാണ്. ഗിഫ്റ്റ് നിഫ്റ്റി വീണ്ടും ഞാൻ ക്ലോസിങ്ങിനൊന്നും ഗിഫ്റ്റ് നിഫ്റ്റി വെറും 6 പോയിൻറ്റ് പ്ലസ്, അതിനടക്കം ഒരു 20 പോയിൻറ്റ് മൈനസ് വന്നു, പിന്നെ ഒരു 6 പോയിൻറ്റ് പ്ലസ് വന്നു. ഈ രീതിയിലാണ് 6 പോയിൻറ്റ് പ്ലസ് 20 പോയിൻറ്റ് മൈനസ്. അപ്പോൾ നമ്മളാ ട്രെൻഡ് ന്യൂട്രലിലേക്ക് പോയി എന്നുള്ളതാണ് പ്രശ്നം. രണ്ടാമത്തെ ഒരു കേസ് എന്ന് പറയുന്നത് ഇന്ന് 24-ാം തീയതി 24-ാം തീയതിയാണ് ഇനി മാർക്കറ്റ് ഓപ്പൺ ആവുന്നത്. 24-ാം തീയതി ഈ 24-ാം തീയതി മാർക്കറ്റ് ഓപ്പൺ ആവുന്നതിൽ തന്നെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇവിടുന്ന് 24 ഓപ്പൺ ആകുമ്പോൾ പിന്നെ ഇവിടുന്ന് 5 ദിവസം 5 ഡേയ്സേ ഉള്ളൂ ട്രംപിൻ്റെ താരിഫിൻ്റെ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ 5 ദിവസം താരിഫിൻ്റെ ടെൻഷൻ മാർക്കറ്റിൽ വരുമോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു മൺഡേ മുതൽ ചിലപ്പോൾ താരിഫിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ മാർക്കറ്റിന് അത് നെഗറ്റീവായിട്ടുള്ള ചാൻസസ് നമ്മൾ ഗസ് ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, നമുക്കുള്ള ഗസ്സിങ് ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായി 20-ാം തീയതിക്ക് ശേഷം മാർക്കറ്റിലൊന്ന് സൂക്ഷിക്കണം. കാരണം 2-ാം തീയതി വരുന്ന താരിഫ് നമുക്ക് അറിയില്ല. താരിഫിനനുസരിച്ച് മാർക്കറ്റിൽ വേരിയേഷൻസ് കൂടാം. കൂടി FISൻ്റെ ബൈ വന്നു എന്നുള്ളത് മാത്രമാണ് ഇവിടെ ഒരു സന്തോഷമുള്ള കൺസെപ്റ്റ്. ഓക്കെ, താങ്ക് യു, ബൈ. സെയിം ഡേയിൽ ഏർലി മോർണിംഗിൽ ഉണ്ടാക്കുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. താങ്ക് യു.